ശുചിമുറി മാലിന്യം തള്ളിയവരെ പിടികൂടി. പോരുവഴി ഇടയ്ക്കാട് താഴത്തുമുക്കിലാണ് മാലിന്യം തള്ളിയത്. പുലർച്ചെ 1 മണിയോടെയാണ് ടാങ്കറിലെത്തിച്ച് മാലിന്യം തള്ളിയത്. ടാങ്കറിന് അകമ്പടിയായെത്തിയവർ മാരകായുധങ്ങളുമായി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വാഹനവുമായി കടന്നുകളയാനും ശ്രമം നടത്തി. പോരുവഴി ഇടയ്ക്കാട് താഴത്തുമുക്കിലാണ് ശുചിമുറി മാലിന്യം തള്ളിയവരെ പിടികൂടിയത്. ടാങ്കറിലെത്തിച്ച് കനാൽ ജലമൊഴുകുന്ന തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയത്. ഇടവേളകളിട്ട് ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ രാത്രിയിൽ കാവലേർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കാവലിരുന്നവരാണ് മാലിന്യവുമായി വന്ന വാഹനം തടഞ്ഞത്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ അന്നേരം വീട്ടിൽ നിങ്ങൾ കയറുവോ? കൊണ്ട് കേസ് കൊടുക്കത്തില്ലേ നിങ്ങൾ? തുടർന്ന് മാലിന്യ ടാങ്കർ തടഞ്ഞവരെ അകമ്പടി വന്നവർ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനവുമായി കടന്നുകളയാൻ ശ്രമിച്ചു. ഈ സമയം അവിടെ എത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ ഉത്തമനെയും മറ്റുള്ളവരെയും വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമവും നടന്നു. ഓടി മാറിയതിനാലാണ് അപകടം ഒഴിവായത്. കൂടുതൽ പേരെത്തി മാലിന്യ വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്ത് പോലീസിന് കൈമാറുകയായിരുന്നു. ചൂരനാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, ജനപ്രതിനിധികളായ രാജേഷ് പരവിള, രാജേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. ഒരുപാട് പ്രാവശ്യം ഇവിടുത്തെ ചെറുപ്പക്കാർ അതിനുവേണ്ടി മെനക്കെട്ടതാണ്. എങ്കിൽ പോലും ഇപ്പോഴാണ് അവർ ചെറുപ്പക്കാർ ഉൾപ്പെടെ ചേർന്ന് ഇവിടുത്തെ ഒരു നല്ല ടീം അവര് ചേർന്നാണ് ഇത് പിടിക്കപ്പെട്ടത്. അതിലുപരി ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന 3 സുഹൃത്തുക്കളെയും ഒരു 2 സ്കൂട്ടറിൽ വന്ന ചെറുപ്പക്കാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എസ്കോർട്ട് വണ്ടി അവരെ ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെതിരെയും നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കേസ് കൊടുക്കുന്നതായിരിക്കും. തോട്ടിലേക്ക് ഈ കക്കൂസ് മാലിന്യം തള്ളുന്നതിനുള്ള പ്രത്യേക കേസ് നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുക. ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനൊരു കോംപ്രമൈസും ഇല്ല. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.